ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഒരു കുറ്റകൃത്യമെങ്കിലും കേൾക്കാതെ ഒരു ദിവസം കഴിഞ്ഞു കിട്ടുക എന്നത് അസാധ്യമായിട്ടുണ്ട്. ലഹരിയുടെ കാര്യം പറയുകയാണെങ്കിൽ മനുഷ്യനുണ്ടായ കാലം മുതലേ ലഹരി ഇവിടെയൊക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ലഹരിയെ പൂർണ്ണമായി ഒഴിവാക്കി സമൂഹം മുന്നോട്ട് സഞ്ചരിക്കുമോ എന്നുള്ള കാര്യവും ഒരു ചോദ്യചിഹ്നമാണ്. അത് ചർച്ചാ വിഷയമാണ്. എന്തായാലും ഈ ലഹരി മനുഷ്യ മസ്തിഷ്കത്തോട് എന്ത് ഇടപാടുകളാണ് നടത്തുന്നത്? അത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കാൻ കഴിയും. അത് അന്വേഷിക്കുകയാണ് സെൻട്രൽ മാഗസിൻ ഇത്തവണ. ലഹരിയെക്കുറിച്ചുള്ള വാർത്തകളാണ് ചുറ്റുമല്ലേ, വളരെ ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. പക്ഷേ എങ്ങനെയാണ് യുവതലമുറ ഇതിലേക്ക് ഇത്രയും ആസക്തിയോടെ ലഹരിയെ പുണരുന്നത്? ഒരു വലിയ ചോദ്യമായിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ മാനസിക തലത്തിൽ നിന്നുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരാളെന്ന് നമുക്ക് അതിഥിയായി ഒപ്പം ചേരുന്നത് ലക്ഷ്മി KP, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് കൊച്ചിയിലെ അമൃത ആശുപത്രിയിലെ സൈക്കാട്രി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണല്ലേ, സൈക്കാട്രി വിഭാഗം. ഡോക്ടർ, എന്തായാലും ഈ ദിവസങ്ങളിലെ വാർത്തകളെല്ലാം നമ്മൾ കാര്യമായിട്ട് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവില്ലേ? വളരെ ഇതിൻ്റെ ഉയർന്ന തലത്തിലൊരു തോത്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഘടകം. എന്താണ് ഈ നമ്മുടെ ഈ സമൂഹത്തെ ഈ ലഹരിയിലോട്ട് ഇത്രയധികം ആസക്തിപ്പെടുന്നത്? എൻ്റെ ഒരു കാര്യം എന്താണ്? എൻ്റെ മസ്തിഷ്കം എന്താണ് ഇത്രയധികം ലഹരിയോട് ഇങ്ങനെ അടിമപ്പെടാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നത്? ഇതിന് ലഹരിയിലേക്കുള്ള അടിമത്തത്തിലേക്ക് കുറേ കാരണങ്ങളുണ്ട്. അതിന് ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, പിന്നെ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ചെറിയ കാലത്തിലെ കുട്ടികൾ അനുഭവിച്ചിട്ടുള്ള കുറേ ഫാക്ടേഴ്സ്, പിന്നെ ഈ ഡിജിറ്റലൈസേഷൻ. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ന്യൂറോ ബയോളജിക്കൽ ബേസിസ് ഈ ലഹരിയുടെ ഉപയോഗത്തിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ റീക്രിയേഷണൽ യൂസ് ആയിട്ടെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഇപ്പോൾ ചെറിയ കൗമാരക്കാരൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്കൂള് സെൻഡ് ഓഫ്, അങ്ങനെ ആ ഒരു ഇമ്പൾസീവ് ആവും. ആ ഒരു പ്രായത്തിലുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഫുള്ളായിട്ട് നടക്കാത്തത് കൊണ്ട് തന്നെ അങ്ങനെ വരുന്നു. അപ്പോൾ ആ റീക്രിയേഷണൽ യൂസിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണ്, എല്ലാ മനുഷ്യർക്കും ഇപ്പം നമുക്ക് സന്തോഷം വരികയാണ്, നമ്മളൊരു നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി, അല്ലെങ്കിൽ എന്ത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുള്ള എന്ത് കാര്യങ്ങൾ സംഭവിച്ചാലും അത് ഡോപ്പമിൻ എന്നുള്ള പ്ലഷർ പ്രിൻസിപ്പിൾ, പ്ലഷർ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ റീക്രിയേഷണൽ യൂസിലുള്ള സമയത്തിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആ ഡോപ്പമിൻ റിലീസാണ് വരുന്നത്. ഈ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ഡോപ്പമിൻ റിലീസ് നോർമലി കിട്ടുന്ന ഡോപ്പമിൻ റിലീസിലും ഒരുപാട് അധികമാണ്. അപ്പം യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ ഇനി എപ്പോഴെങ്കിലും ഉള്ള യൂസ് വരുമ്പോൾ ഈ ഹൈ വരും. ഇപ്പോൾ ഈ കുട്ടികളല്ല ആരാണെങ്കിലും ആ റീക്രിയേഷണൽ യൂസിൽ ആ ഹൈക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഓവർ ദ പീരീഡ് ഓഫ് ടൈം നമ്മൾ സ്ഥിരമായിട്ടുള്ള ലഹരി യൂസ് വരുമ്പോൾ ഈ വ്യക്തി അറിയാതെ തന്നെ മസ്തിഷ്കത്തിൽ കുറേ ചേഞ്ചസ് വരും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ റിവാർഡ് പാത്വേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ന്യൂക്ലിയസ് അക്യുംബൻസ് എന്നാണ് ഈ ഡോപ്പമിൻ വരുന്നത്. അപ്പോൾ ഈ ആ ഡോപ്പമിൻ അല്ലാതെ തന്നെ നമ്മുടെ റിവാർഡ് പാത്വേയിലൊക്കെ ഉള്ള ചേഞ്ചസ് പതിയെ വന്ന് തുടങ്ങുന്നു. അപ്പോൾ ഈ റീക്രിയേഷണൽ യൂസ് എന്നുള്ളത് പിന്നെ ഒരു ഇമ്പൾസീവ് യൂസ് ആയിട്ട് മാറും. പതിയെ അത് മെല്ലെ ഒരു കമ്പൾസീവ് യൂസിലേക്ക് വരും. അതായത് വേണ്ട, ഇതിനെ പറ്റിയിട്ടുള്ള ദൂഷ്യഫലങ്ങളൊക്കെ അറിയാം, പക്ഷേ അവർക്ക് അതിൽ നിന്ന് മാറി വരാൻ പറ്റാത്ത അവസ്ഥ, കമ്പൾഷൻ വരുന്നു, ക്രേവിങ് വരുന്നു, അതെല്ലാം രീതിയിൽ. പിന്നെ വരുന്ന ഈ വിഡ്രോവൽ ഫേസിലാണ് നമ്മൾ ഈ ഇത് വരുന്നത്, ഈ റിവാർഡ് ഡെഫിസിറ്റ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ സാധാരണ നമുക്കിപ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ പരീക്ഷയിൽ ജയിച്ചു, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാധാരണ മനുഷ്യനുണ്ടാകുന്ന സന്തോഷങ്ങളൊന്നും ഇവർക്കൊരു വലിയ സന്തോഷമായിട്ട് വരില്ല. എന്ന് പറഞ്ഞാൽ അത് ഡീപ്പർ ഏരിയാസിനെ ഇൻവോൾവ് ചെയ്തു. ന്യൂക്ലിയസ് അക്യുംബൻസ് മാത്രമല്ല, നമ്മുടെ ബ്രെയിനിൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ഉണ്ട്, അമിഗ്ഡല, ഹിപ്പോ ക്യാമ്പസ്, ഇതൊക്കെ നമുക്ക് നോർമലി നമ്മുടെ റിവാർഡ് പാത്വേയിലുള്ളതാന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിലുള്ള സന്തോഷങ്ങളൊന്നും അവർക്കൊരു സന്തോഷമായിട്ട് തോന്നില്ല. ഈ സന്തോഷങ്ങളെല്ലാം കൃത്രിമമായി ഉത്പാദിപ്പിച്ചതൊരു വേറൊരു അവർക്ക് നോർമൽ സന്തോഷം എന്ന് പറയുന്നത് ഈ കൃത്രിമമായിട്ട് കിട്ടുന്ന ഹൈ ആണ്. അപ്പോൾ ഈ സാധാരണ കാര്യങ്ങളൊന്നും അവർക്കൊരു സന്തോഷം തരുന്നതായിട്ട് തോന്നില്ല. അപ്പോൾ ഈ ലഹരി ഉപയോഗിച്ചാലും പെർമനൻ്റ് ആയിട്ട് നമ്മൾ ആ സ്റ്റേറ്റിൽ നിൽക്കില്ലല്ലോ. അപ്പോൾ ഇനീഷ്യൽ ഒരു ഹൈക്ക് വരുന്നു, പിന്നെ അത് മെല്ലെ താഴേക്ക് പോകുന്നു. ഈ താഴേക്ക് പോകുന്നത് ഇവർക്ക് താങ്ങാൻ പറ്റാതെ വരുന്നു. കാരണം അതൊരു നോർമൽസി അല്ല, അവരെ സംബന്ധിച്ച് നോർമൽസി ആ ഹൈ ആണ്. അപ്പോൾ ആ ഹൈയിൽ നിലനിർത്താൻ വേണ്ടി തന്നെ ഇവരിത് കൂടുതൽ ഉപയോഗിക്കുന്നു. ഇത് വ്യക്തി തിരിച്ചറിയുന്നില്ല. ഇപ്പോൾ ഒരാൾക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി തലയ്ക്ക് പരുക്ക് വന്നു, അല്ലെങ്കിൽ ഒരു ട്യൂമർ വന്നു ബ്രെയിനിൽ, ഇതിൽ ഏത് ഏരിയനെയാണോ ബ്രെയിനിൽ എഫക്റ്റ് ചെയ്തത് അതിനനുസരിച്ചിട്ടുള്ള പെരുമാറ്റ പ്രശ്നങ്ങൾ ആൾക്ക് വരും.
അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ലഹരി സ്ഥിരമായിട്ടുള്ള ഉപയോഗം മാറ്റാൻ പറ്റാത്തതായിട്ടുള്ള ഡാമേജസ് ഈവൻ ലഹരി ഇല്ലാത്ത സമയത്തും ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് അതിലേക്ക് വരും. ഞാൻ ചോദിക്കാൻ വരുന്നത്, ഇപ്പം ഡോക്ടർ ഒരുപാട് പേഷ്യൻസിനെ കാണുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് വാർത്തകൾ ഈ ലഹരി ഉപയോഗം നിൽക്കുന്നുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഉപഭോഗം കുട്ടികളുടെ ഇടയിൽ കൂടുതലായ കേസുകളൊക്കെ വരാൻ തുടങ്ങിയതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടോ? സർ, ഇതിൻ്റെ അവൈലബിലിറ്റി ഒരുപാട് കൂടിയിട്ടുണ്ട്. പണ്ടത്തെ പോലെയല്ല. പണ്ട് ഇത് കിട്ടണമെങ്കിൽ അതിൻ്റെ ആക്സസ് വളരെ ഇതായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പലപ്പോഴും കുട്ടികളെ തന്നെ ഇതിൻ്റെ മെസ്സഞ്ചേഴ്സായിട്ട്, ക്യാരിയേഴ്സായിട്ട് ഇനീഷ്യലി അത് അവർക്ക് അറിയില്ല. അവർക്ക് ആ ഒരു പ്രായത്തിൽ ഇതിൻ്റെ വരായികൾ പലപ്പോഴും നമ്മൾ ടി വിയിൽ കാണും. പേരൻസ് ഒക്കെ പലരും കുട്ടികളെ നോക്കണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാറുണ്ട്. അച്ഛനും അമ്മയ്ക്കും കുട്ടികളുമായിട്ട് സംസാരിക്കാനോ, അപ്പോൾ എല്ലാവരും അവരവരുടെ സ്ട്രെസ്സിൻ്റെ പിന്നാലെ, അച്ഛന് സ്ട്രെസ് ഉണ്ട്, അമ്മയ്ക്ക് സ്ട്രെസ് ഉണ്ട്, കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർ ഈ പ്രശ്നങ്ങളെയൊക്കെ നേരിടാൻ അവർ ഇതാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കഴിച്ചാൽ തൽക്കാലത്തേക്ക് എക്സാമിലേക്കുള്ള പ്രോബ്ലം വരുന്നു, എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ടീച്ചർ ചീത്ത അല്ലെങ്കിൽ, അപ്പോൾ വൈ നോട്ട് അത് ഉപയോഗിക്കാം, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നായിരിക്കും പലപ്പോഴും ചിന്തിക്കുക. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല അവർക്ക്, കാരണം ഇമീഡിയറ്റ്ലി അത് കാണില്ല. ബ്രെയിൻ എപ്പോഴും ഈ ഒരു യുഫോറിയ എന്ന് പറയുന്ന മൂഡിലോട്ട് താല്പര്യപ്പെടാണ്ട് ഒരു അമിതാഹ്ലാദം ചില സമയത്ത് കിട്ടുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സ്പോർട്സിലൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടാകും. അപ്പം നമുക്ക് ഒന്നില്ലെങ്കിൽ ലഹരിക്ക് പകരമായിട്ട് ഈ ആഹ്ലാദത്തെ സ്വാഭാവികമായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ ലഹരിയിൽ നിന്ന് ആളെ വിമുക്തി നേടാൻ നേരത്തെ ഈ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ആഹ്ലാദം ബ്രെയിനിന് എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇതൊക്കെ നോർമലി ഉള്ള ഒരു കാര്യത്തിനും ഈ ലഹരി കൊണ്ടുള്ള ആഹ്ലാദത്തിന് പകരം വെക്കാൻ പറ്റില്ല. പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈ ഡോപ്പമിൻ നോർമൽസി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിനിന് ഈ നോർമൽ ഉള്ള ആഹ്ലാദം, നമുക്ക് സാധാരണ ലഹരി ഉപയോഗിക്കാത്ത ഒരാൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഈ അഡിക്ഷനിലൊക്കെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് നാൾ ഈ ലഹരിയെ ഇതിന്ന് മാറ്റി നിർത്തണം. അപ്പോൾ പലപ്പോഴും നമ്മൾ ഒ പിയിലൊക്കെ വരുമ്പോൾ അച്ഛനും അമ്മയോട് ചോദിക്കും, ഇപ്പം എങ്ങനെയുണ്ട്, കുഴപ്പമില്ലല്ലോ, ഇത് അവൻ ഉപയോഗിക്കുന്നൊന്നുമില്ല, കുഴപ്പമില്ല. അപ്പം ഞാൻ ഒന്നൊന്ന് പുറത്ത് നിൽക്കുമെന്ന് ചോദിക്കുമ്പോൾ, അത് ഡോക്ടറെ കുഴപ്പമില്ല, ഇടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, എപ്പോഴാണ് ലാസ്റ്റ് ഉപയോഗിച്ചത്, അല്ല പ്രശ്നം, ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, ഞങ്ങൾ പോലീസുകാരല്ല, ഞങ്ങൾക്ക് അറിയാനാണ് അത് ഡോക്ടറെ ഞാൻ ഇപ്പോൾ വരുന്ന വഴിക്ക് ഒരു ഇത്തിരി, ഈവൻ അച്ഛനമ്മയ്ക്ക് അത് അറിയുന്നില്ല, അത് എങ്ങനെ നോക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ ഇതിനെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാം. ഇപ്പം മദ്യവും സിഗരറ്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗന്ധം കൊണ്ടൊക്കെ നമുക്ക് തിരിച്ചറിയാം. എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് വരുന്നു, സിഗരറ്റ് വരുന്നു, അത് വെച്ചിട്ട് അറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ പിന്നെയാണ് എല്ലാവരും MDMA, ഇതൊന്നും ഉപയോഗിച്ചാൽ ആളെ തിരിച്ചറിയില്ല. കാണാനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിയാൻ ഡിഫിക്കൽട്ട്. അപ്പോൾ പലപ്പോഴും പേരൻസിന് അതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാറില്ല. ഈ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഒരു അഡolescence അല്ലെങ്കിൽ ടീനേജ് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്വന്തമായിട്ടൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം പലപ്പോഴും മാതാപിതാക്കളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ തന്നെ വല്ലാണ്ട് കുറയും. അപ്പോൾ എന്താണ് ഈ കുട്ടിക്ക് സംഭവിക്കുന്നത്? സ്വഭാവത്തിൽ വന്ന മാറ്റമാണോ, ഇത് എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടാണോ എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അപ്പം കൂടുതൽ സമയം ഏകാന്തമായിട്ടിരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, മറ്റ് ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമുക്ക് പലപ്പോഴും ഇവർ റൂമിലോട്ട് പോലും ആക്സസ് കാണാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് കുട്ടികൾ ഈ ഇത്തരം വലകളിൽ പെട്ടിട്ടുണ്ടോ എന്ന് മാതാപിതാക്കൾക്കൊരു അവർക്കൊരു സെൽഫ് അനാലിസിസിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമത്? അതെ സർ, പെരുമാറ്റത്തിലുള്ള പലപ്പോഴും നമുക്ക് ആധികാരികമായിട്ട് എന്തായാലും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചില ലക്ഷണങ്ങൾ കണ്ടാൽ ഇവരിത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഉറക്കമില്ലായ്മ വരിക, അല്ലെങ്കിൽ സോഷ്യലി അധികം കല്യാണത്തിന് പോകുന്നില്ല, ഒറ്റയ്ക്ക് മുറി അടച്ചിട്ടിരിക്കണു, അല്ലെങ്കിൽ മുതിർന്ന ആളുകളുമായിട്ടുള്ള പെട്ടെന്നുള്ളൊരു സൗഹാർദ്ദം, പല ആൾക്കാരും വന്ന് കാണാൻ വരുന്നു, ആരാ എന്താണെന്നൊന്നും അറിയില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ ആളുകൾ, മുതിർന്ന ആളുകളുമായിട്ടുള്ള പെട്ടെന്നുള്ള സൗഹാർദ്ദം, അല്ലെങ്കിൽ അകാരണമായിട്ട് ദേഷ്യം വരിക, ഇമോഷൻ ഭയങ്കര സങ്കടം വരിക, പെട്ടെന്ന് വെയിറ്റ് ലോസ് വരിക, ഭക്ഷണം കഴിക്കാതിരിക്കുക, കണ്ണിൽ ചുവപ്പ് വരിക, അല്ലെങ്കിൽ മൂക്കുന്നോ അല്ലെങ്കിൽ രക്തം വരിക, സംസാരത്തിൽ വിറയൽ വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അബ്നോർമലായിട്ട് ATM കാർഡ്സോ അല്ലെങ്കിൽ മടക്കിയ നോട്ടുകളോ ഒക്കെ റൂമിൽ നിന്ന് കിട്ടുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പിന്നെ റൂം ആക്സസ്, പെട്ടെന്നുള്ള ഒരു പ്രൈവസിക്കുള്ളൊരു ഡിമാൻഡും നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുവരെ വലിയ റൂമിലേക്കൊക്കെ ആക്സസ്, ഇപ്പോൾ നമുക്ക് സാറിന് ആലോചിച്ചാൽ തന്നെ അറിയാം, നമ്മുടെ മക്കൾ ഇപ്പോൾ പ്രൈവസി കൊടുത്തു, സ്ഥിരമായിട്ട് നമ്മൾ റൂമിലേക്കൊന്നും അവിടെ എന്താ നടക്കുന്നത് എന്ന് തന്നെ അറിയില്ല. പക്ഷെ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അവിടെ ചെന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിക്കും, പ്രത്യേകിച്ച് കൗമാരക്കാർക്ക് ഇതൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും പ്രായമായി ഒരു ഇൻഡിപെൻഡൻസ് എന്നുള്ള ഒരു പ്രൈവസിക്കുള്ള ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട്സ് ആരാണ്, അങ്ങനെ നമ്മൾ അറിയണം എന്നാണ് എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ. എല്ലാത്തിനുപരി ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു മാതൃക കാണിക്കാൻ,
കാരണം ബുദ്ധിയും ബോധമുള്ള കുട്ടികളാണ്. അവർക്ക് ആരെങ്കിലും, നമ്മളിപ്പോൾ എപ്പോഴും നമുക്ക് ഒരുപോലെ ആവില്ലല്ലോ ജീവിതം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ആലോചിക്കും, ഇത് ശരിയാണോ, ഇത് വേണോ, പറ്റുമോ. അപ്പോൾ അവരെന്താ ചിന്തിക്കുക, ഓക്കെ അച്ഛൻ ഉപയോഗിക്കുന്നുണ്ടല്ലോ, അമ്മ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും ഒരു കുഴപ്പമില്ല കാര്യമല്ല, അപ്പോൾ എന്തുകൊണ്ട്, വൈ നോട്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് പലപ്പോഴും ഇതിലേക്ക് വരിക. പല വിധത്തിലുള്ള ചർച്ചകൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതായത് ഒന്ന് പറയുന്നു മദ്യത്തോളം അപകടകാരിയല്ല കഞ്ചാവ്, അതിന് അത്ര അഡിക്ഷൻ ഉണ്ടാക്കുന്നില്ല, പിന്നെ മദ്യം കുറേ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയുന്നത് ഈ കാര്യത്തിൽ മദ്യം ഒക്കെ കൺട്രോളായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പല സ്ഥലങ്ങളും ഇപ്പോൾ കഞ്ചാവ് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞു, പലതിനും തെറാപ്യൂട്ടിക് ആയിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്, പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ലഹരിയുടെ കാര്യത്തിൽ എന്ത് നയമാണ് നമുക്ക് സമൂഹത്തിന് സ്വീകരിക്കാൻ പറ്റുന്നൊരു കാര്യം? ലഹരിയെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? അതെ സർ, ഇതിപ്പോൾ ലീഗലൈസ് കാനബിസിൻ്റെ കഞ്ചാവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലീഗലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോഴും ഡിബേറ്റിൽ, ഈവൻ സൈക്യാട്രിസ്റ്റിൻ്റെ ഇടയിലും അതൊരു ഡിബേറ്റിലുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ചിലരുടെ അഭിപ്രായം ഇത് ലീഗലൈസ് ചെയ്താൽ വേണ്ടവർ ഉപയോഗിച്ചോട്ടെ, ഇത് കൂടുതലായിട്ടുള്ള ഇതിന് പിന്നാലെ പോകുമ്പോഴാണ് ഇത് വേറെയുള്ള രീതിയിലുള്ള പ്രോബ്ലംസ്, ക്രൈംസ് ഒക്കെ കൂടുന്നത് എന്നുള്ള അത് ഒരു വിഭാഗം. മറ്റവർ പറയുന്നത് ഇത് ലീഗലൈസും കൂടി ചെയ്താൽ പിന്നെ അതിന് തീരെ ഇല്ല, മെഡിസിനൽ യൂസസ് ഉണ്ട് അതുകൊണ്ട്. പക്ഷേ ഈ മെഡിസിനൽ യൂസസ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ കീഴിൽ അതിൻ്റെ വരായ്കകളൊക്കെ നോക്കി കൊടുക്കേണ്ട അളവിൽ കൊടുക്കേണ്ട രീതിയിലാണ് മെഡിസിനൽ യൂസസ് ഒക്കെ വരുന്നത്. ലീഗലൈസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് സ്റ്റിൽ ഡിബേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ വെറും ഒരു ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം തീരാവുന്ന ഒരു പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നില്ല. ബിക്കോസ് പലപ്പോഴും ഈ ട്രാപ്പിലേക്ക് വീണു എന്ന് അറിയുന്നത് രോഗി അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടല്ല നമ്മൾ ഇതിലേക്ക് പെട്ടു എന്നറിയുന്നത്. അവിടെ ഞാൻ പറഞ്ഞ ആ കമ്പൾസീവ് ഇതിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഇതിന് പ്രശ്നങ്ങളുണ്ട്, ഇതുകൊണ്ട് പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷെ നമുക്കത് നിർത്താൻ പറ്റുന്നില്ല. എനിക്കറിയാം ഡോക്ടറെ ലിവർ പ്രശ്നമാണ്, സിറോസിസ് ആണ്, ട്രാൻസ്പ്ലാന്റിലേക്ക് പോകും ഇനിയും കഴിച്ചാലെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരും. ആൾക്ക് നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതിന് അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് വരുന്നത്. ഇപ്പോൾ കഴിയുന്നത് നമ്മളത് പരീക്ഷിക്കാതിരിക്കുക എന്നാണ് ഞാൻ പറയുക. കാരണം നമുക്കറിയില്ല നമ്മൾ വൾണറബിൾ ആണോ. നമ്മളിപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയി കിടക്കുന്നുണ്ട്. ഈ ഡോപ്പമിൻ ലെവലിൻ്റെ സിക്രീഷനെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. അതായത് ഇത് കുറഞ്ഞു, ഈ ഡോപ്പമിൻ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് വലിയൊരു റോൾ വഹിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മറ്റ് ജീവിത ശൈലികൾ ഇതിൻ്റെ വേരിയേഷൻസിനെയൊക്കെ ബാധിക്കുന്നുണ്ടോ? അതെ സർ, ഈ നമ്മൾ എന്ത് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്തു, നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ഒരു മോർണിംഗ് വാക്കിന് പോയി, അപ്പോൾ നമ്മളുടെ ബ്രെയിൻ അവിടെ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും. അത് കുറച്ചൊരു എൻഡോർഫിൻസിൻ്റെ റിലീസ്. അപ്പോൾ അതൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ്. പക്ഷെ കുറച്ച് നല്ല ഹൈ ഇത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് പിന്നെ ഇതൊന്നും ഏശില്ല. എന്നാൽ ഒരു ജീവിതത്തിലുള്ള സന്തോഷങ്ങൾ, അപ്പോൾ നമുക്ക് നല്ലൊരു ഭക്ഷണം കിട്ടി, നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ, അത് ലഹരി ഉപയോഗിച്ചിട്ടുള്ള സന്തോഷത്തിനോട് ചേർന്ന് നിൽക്കില്ല. അത് എക്സ്പീരിയൻസ് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും നോർമൽ സന്തോഷങ്ങളൊന്നും ലഹരിക്ക് പകരമായിട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവർ ഇതിന് പിന്നാലെ തന്നെ പോകും, അത് എക്സ്പീരിയൻസ് ചെയ്ത്. അതായത് ഞാൻ പറയുന്നത് 25 വയസ്സ് വരെ ഒരു ലഹരി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഉപയോഗിക്കാതിരിക്കാനുള്ള സാധ്യത കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി എന്ന് പറയാൻ സാധിക്കും. അങ്ങനെ അല്ല, 25 വയസ്സ് വരെ ഉള്ള ഉപയോഗം കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ പിന്നീട് ഉപയോഗിച്ചാലുള്ളതിനേക്കാൾ കൂടുതലാണ്. കാരണം ബ്രെയിൻ ഫുള്ളി ഡെവലപ്പ് ആയിട്ടില്ല. ഏത് പ്രായത്തിലും ലഹരി ഉപയോഗം തുടങ്ങാം. സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ആൾക്കാർ, വയസ്സായിട്ടുള്ള, ഈവൻ ലഹരി എന്നൊക്കെ പറയുമ്പോൾ നമ്മളിപ്പോൾ MDMA സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെയാണ് പറയുന്നത്. പലപ്പോഴും എൽഡേർലിയിലൊക്കെ വരുന്നത് ഗുളികകൾ ആണ്, ഉറക്ക ഗുളികകൾ. നമ്മൾ സ്ഥിരമായിട്ട് നോക്കിയപ്പോൾ നമ്മുടെ OP പേഷ്യൻസിൽ പല മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ പലരും ഈ ഉറക്ക ഗുളികകളൊക്കെ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു ഫിസിഷ്യൻ എപ്പോഴെങ്കിലും ഉറക്കമില്ല എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് ആൽപ്രാക്സോ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നു. അവർക്കറിയില്ല. അപ്പം നമ്മുടെ നാടാണ്, അപ്പോൾ ആരെങ്കിലും നമ്മുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അറിയാവുന്ന ഒരാളോ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നുണ്ടാവും, അവരത് കൊടുത്തോണ്ടിരിക്കും, ഇവർക്കത് അറിയില്ല. അപ്പോൾ ഈവൻ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു ടീച്ചറാണ്, ആൾ സ്ഥിരമായിട്ട് അത് കുറേ ഉപയോഗിച്ച് പല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഡോക്ടർ അറിയാതെ തന്നെ അവർ സ്വന്തമായിട്ട് ഭർത്താവിനെ കൊണ്ട് വാങ്ങിച്ചപ്പോൾ അവർ കെഞ്ചും, അറ്റ്ലീസ്റ്റ് ഒരു 2 എണ്ണം എഴുതിത്ത ഡോക്ടറെ. ഈ 2 എണ്ണത്തിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് അവർ നാട്ടിലുള്ള എല്ലാ മെഡിക്കൽ ഷോപ്പിലും ചെന്നിട്ട് ഹസ്ബൻഡിനെ കൊണ്ട് ഇതാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ അവർക്ക് അറിയാം ഇത് നിർത്തണമെന്ന്. പക്ഷേ ആളെന്നെ പറഞ്ഞു, എനിക്കത് നിർത്തണം എന്നുണ്ട്, ഞാൻ ഇതാക്കുന്ന ആളാണ്, പക്ഷേ എനിക്കത് പറ്റുന്നില്ല. അവസാനം ഒരു സീഷറായിട്ടാണ് ഒരു പ്രാവശ്യം പ്രസൻറ്റ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിച്ച് പെട്ടെന്ന് നിർത്തി. അപ്പോഴത്തേക്ക് അതൊരു അപസ്മാരമുള്ള ആളല്ല. അപ്പോൾ ആ രീതിയിലുള്ള ലഹരി ഉപയോഗം അതൊക്കെ പൊതുവേ ഈ എൽഡേർലി ഇതിലേക്കാണ് കാണുന്നത്. എന്തായാലും ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായുമാണ്. ഇത് ആരുടെയെങ്കിലും ഒരാളുടെ ഒരു ബാധ്യതയായിട്ടല്ല. മാത്രമല്ല ഇതിനെ ഒരു ഏകപക്ഷീയമായ രീതിയിൽ ഇത് ട്രീറ്റ് ചെയ്യാനും പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഡോക്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഈ വാർത്തകളിങ്ങനെ ചുറ്റും നിറയുകയാണ്. ഒരു ദിവസത്തിലൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 10-15 വാർത്തയെങ്കിലും ലഹരിയുമായി ബന്ധപ്പെട്ടില്ല. അതൊരു മാധ്യമപ്രവർത്തകൻ്റെ ജീവിതം, ഒരു ദിവസത്തെ ജീവിതം പോലും കടന്നു പോകുന്നില്ല. പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ കാര്യത്തിലാണെങ്കിലും അധ്യാപകരുടെ കാര്യത്തിലാണെങ്കിലും രക്ഷിതാക്കളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ജീവിതത്തിൽ പല വശങ്ങളിൽ നിന്ന് ലഹരി വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കൂട്ടായൊരു യത്നത്തിലൂടെ
ഒഴിവാക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. അത് എല്ലാവരുടെ സഹകരണത്തോടു കൂടി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇതിനെതിരായ പോരാട്ടത്തിലേക്ക് ഒരുമിച്ച് തന്നെ പോകാമെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഇത്ര നേരം ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി സംസാരിച്ച ഡോക്ടർക്ക് നന്ദി. അങ്ങനെ ഈ ആഴ്ചത്തെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.